Hello everyone, welcome to Jupiter SSLC. It's me and Nafi. എല്ലാവർക്കും മക്കളെ ജൂപ്പറിന്റെ 10ാം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ നാഫി. അപ്പോൾ പല കുട്ടികളും ചോദിക്കുന്ന ഒരു കാര്യമാണ് സോഷ്യൽ സയൻസിൽ പബ്ലിക് എക്സാമിനും മോഡൽ എക്സാമിനും ഓരോ ചാപ്റ്ററിന്റെയും വെയിറ്റേജ് എത്രയാണ്, എത്ര മാർക്കിനാണ് ഓരോ ചാപ്റ്ററിനും ചോദിക്കുക എന്നുള്ള കാര്യം പല കുട്ടികളും ഞാൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് പറയാനാണ് വന്നിട്ടുള്ളത്. ഇത്ര അപ്ഡേറ്റ്സ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ നിങ്ങളുടെ 10ാം ക്ലാസ്സിൽ ആരൊക്കെ പഠിക്കുന്നുണ്ടോ, ആർക്കൊക്കെ സോഷ്യൽ സയൻസിന്റെ വെയിറ്റേജ് അറിയാൻ ആഗ്രഹമുണ്ടോ അവർക്കൊക്കെ നിങ്ങൾ ഈ വീഡിയോ അയച്ചു കൊടുക്കുക കേട്ടോ. രണ്ടാമതായിട്ട് നിങ്ങൾ 2-3 കാര്യങ്ങൾ കമന്റ് ചെയ്യണം. ഒന്ന്, നിങ്ങൾക്ക് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് സ്കൂളിൽ എടുത്തു കഴിഞ്ഞത്. ബിക്കോസ് സ്കൂളിൽ എല്ലാ ചാപ്റ്റർ എടുത്തു കഴിഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ സ്കൂളിൽ നടക്കുന്ന പരിപാടി എന്താണ്, നിങ്ങൾ സോഷ്യൽ സയൻസിൽ എത്ര ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഹിസ്റ്ററിയിൽ 9 ചാപ്റ്ററും ജോഗ്രഫിയിൽ 8 ചാപ്റ്ററും ഉണ്ട്. ഇതിൽ എത്ര ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഈ ഒരു സോഷ്യൽ സയൻസിന്റെ വെയിറ്റേജിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഗവൺമെന്റ് ഒരു ഒഫീഷ്യൽ വെയിറ്റേജ് ഇറക്കിയിട്ടില്ല. നിങ്ങൾ ഞാൻ അതേ പറഞ്ഞുതരാം. ഗവൺമെന്റ് എന്ത് ചെയ്തിട്ടില്ല, ഒരു ഒഫീഷ്യൽ വെയിറ്റേജ് എന്ത് ചെയ്തിട്ടില്ല, ഗവൺമെന്റ് ഇറക്കിയിട്ടില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കണേ. ഗവൺമെന്റ് ഒരു ഒഫീഷ്യൽ വെയിറ്റേജ് എന്ത് ചെയ്തിട്ടില്ല, ഇതുവരെ ഇറക്കിയിട്ടില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു വെയിറ്റേജ് പ്രിപ്പയർ ചെയ്തത് ഗവൺമെന്റ് SCERT വെബ്സൈറ്റിൽ 3 ക്വസ്റ്റ്യൻ പേപ്പർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. സെറ്റ് എ, സെറ്റ് ബി, സെറ്റ് സി എന്ന് പറഞ്ഞിട്ട് എല്ലാ സബ്ജക്റ്റിനും 3 ക്വസ്റ്റ്യൻ പേപ്പർ ഇറക്കിയിട്ടുണ്ട്. ആ 3 ക്വസ്റ്റ്യൻ പേപ്പറിനെയും അനലൈസ് ചെയ്തിട്ട് ഓരോ ചാപ്റ്ററിൽ നിന്നും ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ എത്ര മാർക്കിനാണ് ചോദിച്ചത് അതിൻ്റെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഈ ഒരു സോഷ്യൽ സയൻസിൻ്റെ വെയിറ്റേജ് തയ്യാറാക്കിയത്. അപ്പോൾ ഇതൊരു ഒഫീഷ്യൽ വെയിറ്റേജ് അല്ല. SCERT അല്ലെങ്കിൽ ഗവൺമെൻറ് ഇറക്കിയിട്ടുള്ള 3 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അനലൈസ് ചെയ്തിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, 3 ക്വസ്റ്റ്യൻ പേപ്പറും ഓരോ ചാപ്റ്ററിനും ചോദിച്ച ചോദ്യത്തിൻ്റെ മാർക്ക് വെയിറ്റേജ് ഒക്കെ നോക്കിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു വെയിറ്റേജ് ആണ്. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം എന്ത് ചെയ്തോ, ലിങ്ക് ഒന്ന് ഷെയർ ചെയ്തോ. അപ്പോൾ നിങ്ങൾ നോക്കിയോ, ഇതിൽ ഹിസ്റ്ററിയിലെ 1-ാമത്തെയും ജോഗ്രഫിയിൽ 1-ാമത്തെയും ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് എന്ന് പറഞ്ഞാൽ 6 to 8 ആട്ടോ. 6 മുതൽ 8 വരെ മാർക്കിനാണ് എന്ത്, ഹിസ്റ്ററിയിലെയും ജോഗ്രഫിയിലെയും 1-ാമത്തെ ചാപ്റ്ററിന്റെ വെയിറ്റേജ്. അത് തന്നെ ഈ 1-ാമത്തെ ചാപ്റ്ററിൽ നിന്നാണ് എസ്സേ ചോദിക്കാനുള്ള കുറച്ച് ചാൻസ് കൂടുതൽ കേട്ടോ. ജോഗ്രഫിയിൽ കൂടുതൽ എസ്സേസ് ചോദിക്കാൻ ചാൻസ് 1-ാമത്തെ ചാപ്റ്ററിൽ നിന്നാണ്. അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. 2-ാമത്തെ ചാപ്റ്ററിൽ ഹിസ്റ്ററിയിലെ വെയിറ്റേജ് 4 to 6 ആണ്. ജോഗ്രഫിയിലെ 2-ാമത്തെ ചാപ്റ്ററിന്റെ വെയിറ്റേജ് 6 to 8 ആണ്. അതിൽ 4 മാർക്കിന് മിക്കവാറും എന്തായിരിക്കും ചോദിക്കുക, മാപ്പ്, നമ്മുടെ ക്ലൈമറ്റ് റീജിയൻ അഥവാ കാലാവസ്ഥാ മേഖലയുടെ പാഠത്തിൽ നിന്ന് 4 മാർക്കിനായിരിക്കും ചോദിക്കുക. ഇനി ഹിസ്റ്ററിയിലെ 3-ാമത്തെ ചാപ്റ്ററിൽ നിന്ന് 3 to 5 മാർക്കിനാണെങ്കിൽ ജോഗ്രഫിയിലെ 3-ാമത്തെ ചാപ്റ്റർ എന്താണ്, 3 to 5 മാർക്കിനാണ്. ഹിസ്റ്ററിയിലെ 4-ാമത്തെ ചാപ്റ്ററിൽ നിന്ന് 3 to 5 മാർക്കിനാണെങ്കിൽ ജോഗ്രഫിയിലെ 4-ാമത്തെ ചാപ്റ്ററിൽ നിന്ന് 8 to 10 മാർക്കിന് വരെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാം. അടുത്തത് ഹിസ്റ്ററിയിലെ 5-ാമത്തെ ചാപ്റ്ററിൽ നിന്ന് 4 to 6 ആണെങ്കിൽ ജോഗ്രഫിയിലെ 5-ാമത്തെ ചാപ്റ്ററിൽ നിന്ന് ഏതാടാ 6 to 8 മാർക്കിനാണ് ചോദിക്കാൻ ചാൻസ്. ഹിസ്റ്ററിയിലെ 6-ാമത്തെ ചാപ്റ്ററിൽ നിന്ന് 6 to 8 മാർക്കിനാണെങ്കിൽ ജോഗ്രഫിയിലെ 6-ാമത്തെ ചാപ്റ്ററിൽ എന്ത് ചെയ്യും, 8 to 10 മാർക്കും ചോദിക്കും. ഹിസ്റ്ററിയിലെ 7-ാമത്തെ ചാപ്റ്ററിന് 6 to 8 മാർക്കിനാണെങ്കിൽ ജോഗ്രഫിയിലെ 7-ാമത്തെ ചാപ്റ്റർ എന്തായിരിക്കും, 6 to 8 മാർക്കിനായിരിക്കും ചോദിക്കുക. ഹിസ്റ്ററിയിൽ 8-ാമത്തെ ചാപ്റ്ററിൽ നിന്ന് 6 to 8 മാർക്കാണെങ്കിൽ ജോഗ്രഫിയിലെ 8-ാമത്തെ ചാപ്റ്ററിൽ നിന്ന് 4 to 6 മാർക്കാണ് ചോദിക്കുക. ഹിസ്റ്ററിയിൽ 9-ാമത്തെ ചാപ്റ്ററിൽ നിന്ന് 6 to 8 മാർക്കിനും ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ നമ്മളിത് പ്രിപ്പയർ ചെയ്തത് SCERT, ഗവൺമെന്റിന്റെ SCERT വെബ്സൈറ്റിൽ ഇറക്കിയിട്ടുള്ള അല്ലെങ്കിൽ ഗവൺമെന്റ് പബ്ലിഷ് ചെയ്തിട്ടുള്ള 3 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ എന്ത് ചെയ്തു, അനലൈസ് ചെയ്തു. ആ ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഇങ്ങനെ ഒരു വെയിറ്റേജ് ഇറക്കിയിട്ടുള്ളത് കേട്ടോ. ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിൽ ആർക്കൊക്കെ സോഷ്യൽ സയൻസിലെ ഓരോ സബ്ജക്റ്റിൽ സോഷ്യൽ സയൻസിന്റെ ഓരോ ചാപ്റ്ററിനും വെയിറ്റേജ് അറിയാൻ ആഗ്രഹമുണ്ടോ അവർക്കൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെയുള്ള ചാപ്റ്റേഴ്സിനൊക്കെ ക്ലാസ്സുകൾ വേണം, ഇതിന് അഡീഷണൽ ക്വസ്റ്റ്യൻസ് വേണം, നോട്ടുകൾ വേണം, ഒക്കെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവില്ല. നിങ്ങൾ സോഷ്യൽ സയൻസ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. ചാപ്റ്റർ വെയിറ്റേജ് അനുസരിച്ച് നിങ്ങൾക്ക് അവിടെ ടെക്സ്റ്റ് ബുക്കിന് കണ്ടന്റ് അറിയണം, ക്വസ്റ്റ്യൻ പേപ്പർ വേണം, അതേപോലെ നോട്ട് വേണം, ഒക്കെ ആഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാവും. അതൊക്കെ നിങ്ങൾക്ക് എവിടെ കിട്ടും, എജുപോണിന്റെ ബൂസ്റ്റർ ബാച്ചിൽ കിട്ടും. കമന്റ് ബോക്സ് നമ്മളൊരു ഫോം പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫോം ഫില്ല് ചെയ്ത് നമ്മുടെ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ചോ, കാര്യങ്ങളൊക്കെ സെറ്റ് ആകും. മോഡൽ എക്സാമിനും പബ്ലിക് എക്സാമിനും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫുൾ A+ നേടാൻ പറ്റും. നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ചോ, കാര്യങ്ങളൊക്കെ അടിപൊളിയാകട്ടോ. അപ്പോൾ ആരെങ്കിലും നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിലെ ഫോം ഒന്ന് എന്ത് ചെയ്യുക, ഫില്ല് ചെയ്യുക. അല്ലെങ്കിൽ nafi.edu എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. നിങ്ങൾ എന്ത് ചെയ്യുക, മൊബൈൽ നമ്പറും പേരും ക്ലാസ്സൊക്കെ ഷെയർ ചെയ്താൽ ഞാൻ എന്ത് ചെയ്യാം, അല്ലെങ്കിൽ nafi.edu എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചാൽ ഞാൻ എന്ത് ചെയ്യാം, ബൂസ്റ്റർ ബാച്ചിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ വെയിറ്റേജ് നോക്കി വെച്ചോ, വേണമെന്ന് സ്ക്രീൻഷോട്ട് ഒക്കെ എടുത്ത് വെച്ചോ. ഇത് ഞാൻ പറഞ്ഞു SCERT വെബ്സൈറ്റിൽ 3 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ ഗവൺമെന്റ് ഇറക്കിയിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്ത് പ്രിപ്പയർ ചെയ്തുള്ള ഒരു വെയിറ്റേജ് ആണ്. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കിയിട്ടൊന്ന് സെറ്റ് ആക്കുക. മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.